നിങ്ങൾ ദോശ ചുടലൊക്കെ തുടങ്ങിയാ? ആ, ഉമ്മയുടെ കുട്ടീനെ ഏറ്റാ. അനക്ക് പറ്റിച്ചാലേ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചതിന്റെ ശേഷം ആ വർക്കോറും കൊലായുടെ ഉമ്മരൊക്കെ ഒന്ന് അടിച്ചു വരിയിടുകൊണ്ടിട്ടാ. ഇതിന്റെ ഊരക്ക് നീര് കെട്ടിട്ടാ തോന്നുന്നുണ്ട്. നല്ല ഊരവേദന എന്ന്. വലിയ കാര്യമായി പോയി. ഊരക്ക് നീര് കെട്ടാൻ വിധം ഉമ്മാടെ എത്ര രാവിലെ തന്നെ എണീറ്റിട്ട് വീട്ടിലെ സകല ജോലികൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നേ. ആദ്യത്തെ പോലെ ഒന്നല്ലല്ലോ. ഇപ്പൊ കുഞ്ഞോളും ഞാനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനെത്ര ബുദ്ധിമുട്ടണേ? അത് സാരില്ല. അടുക്കളപ്പണിയൊക്കെ ഉമ്മാക്ക് നിന്ന് ചെയ്യാൻ പറ്റണത് തന്നെയാണ്. ഉമ്മാടെ കുട്ടി ഒന്ന് അടിച്ചു വരിട്ടാ നാളെ. എന്നിട്ട് അകും കൊലായൊക്കെ ഒന്ന് തുടച്ചിടും ചെയ്താളട്ടാ. ഓക്കെ. അല്ല, എവിടെ പുന്നാര മരുമോള്? എണീറ്റിട്ടില്ലേ? എണീക്കാനൊന്നും ഒരു തരക്കേടും ഇല്ല. നേരത്തെ എണീക്കുകയൊക്കെ ചെജ്ജു. ഇതുവരെ മൊബൈലും തോണ്ടിങ്ങാണ്ട് അവിടെ ഇരിക്കായിരുന്നു. ഇപ്പതാ കാക്കാക്കുള്ള ചായ ഏറ്റാണ്ട് മോളിക്ക് പോയിട്ടുണ്ട്. അല്ലേലും ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാം, നമ്മളെ വീടിനെ മൊത്തത്തിൽ എന്തൊക്കെ മാറ്റമുണ്ട്. എന്ത് മാറ്റം? അനക്ക് വെറുതെ തോന്നണതാ. ഇജ ചായ കുടിച്ചിട്ടേ പോയി അടിച്ചു വരാൻ നോക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഉമ്മാക്കേ മരുവാളെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? എന്തഭിപ്രായം? ഇജ് വെറുതെ നിന്ന് നേരം കളയാണ്ടേ വെയിലാവണേന്റെ മുന്നേ അടിച്ചു വരാൻ നോക്ക്. വെയിൽ തുടങ്ങിയാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഇതിലും വലിയ ചൂടിന്നാ ഞാനിപ്പോ നാട്ടിക്ക് വന്നത്. അതുകൊണ്ട് ഉമ്മ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. സത്യം പറമ്മ, എന്താ നമ്മളെ വീടിനും കാക്കാക്കൊക്കെ പറ്റിയത്? ഞാൻ എന്താ അർഷ എന്നോട് പറയേണ്ടത്? സത്യം പറഞ്ഞ നിക്ക് ആ കുട്ടിയുടെ സ്വഭാവം എന്താന്ന് ഇപ്പോഴും ഒരു പൊടി കിട്ടിയിട്ടില്ല. കാക്ക അടുത്തുണ്ടാവുമ്പോൾ ആ കുട്ടി എന്നോട് പെരുമാറുന്ന രീതി, ഓൻ അടുത്തില്ലെങ്കിൽ എന്നോട് പെരുമാറുന്ന രീതി രണ്ടു രാവും പകലും വ്യത്യാസം പോലെയാണ്. എന്താ അതിൻ്റെ അർത്ഥമെന്ന് എത്ര ആലോചിച്ചിട്ട് ഒക്കെ മനസ്സിലാവണില്ല. അത് ശരി. എന്നിട്ട് ഇമ്മ അവളെ ഈ സ്വഭാവത്തെ കുറിച്ച് ആരിസ്കാടൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ അർഷിയെ? കാക്ക എടുത്തുണ്ടാവുമ്പോ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാൻ കൂടി ആ കുട്ടി എന്നെ സമ്മതിക്കൂല. ഓൻ എടുത്തില്ലാച്ചാല് വല്ല ശത്രുക്കളോട് പെരുമാറും പോലെ എന്നോട് പെരുമാറുന്നതും. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തു ഓനോട് പറയാന്നാ? പറയാതെ പിന്നെ പിന്നെ അവളെ ഈ ഒരു സ്വഭാവം ഇമ്മ എല്ലാ കാലവും കണ്ടില്ലാന്ന് വെക്കാനാണോ ഉദ്ദേശം? ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിൻ്റെ കുട്ടി വിശ്വസിക്കുവോ? അലോനെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനല്ലേ ഓൾ ഓൻ്റെ മുന്നിൽ നിന്നെ നോക്കണതും സ്നേഹിക്കുന്നതും ഒക്കെ. ആ സ്ഥിതിക്ക് ഞാൻ ഓളെ പറ്റിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അമ്മായിമ്മ പോരെടുക്കാന്നേ ആരായാലും തോന്നിപ്പോവുള്ളൂ. ആ ഒരു വേജാറുകൊണ്ടാ ഞാൻ എൻ്റെ കുട്ടിനോടൊക്കെ ഒളിച്ചാണ്ട് നടക്കണത്. എന്നിട്ട് അങ്ങനെ നടക്കുന്നതുകൊണ്ട് അവളെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഉമ്മാക്ക് തോന്നുന്നുണ്ടാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കുട്ടി നാട്ടിൽ നിന്ന് പോവാൻ ഇനി 3-4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാനായിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഈ നേരത്തെ ഓൻ്റെ സമാധാനം കളയണില്ല. എന്താ ചാവട്ടെ. ഉമ്മാനെ പോലത്തെ അമ്മായിമ്മമാരില്ലേ, നിങ്ങളൊക്കെ ഈ ഒരു തോന്നലോണ്ടാണ് ഇക്കാലത്തെ മരുമക്കള് അത് ശരിക്കും മുതലാക്കണത്. മുതലാക്കേ? അതെ ഉമ്മ. എന്താന്നറിയോ, ഇമ്മപ്പമ്മാന്റെ മകന്റെ സമാധാനം പോവെന്നും പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരിസ്കാലിന്ന് ഒളിച്ചു വെക്കണില്ലേ? അത് അവൾക്ക് നന്നായിട്ട് അറിയാം. ആരിസ്കാന്റെ സമാധാനം കളയണ ഒന്നും ഇമ്മായിട്ട് പറയൂലാന്ന്. ആ ഒരു വിശ്വാസ അവളിപ്പോ ശരിക്കും മുതലാക്കിക്കൊണ്ടിരിക്കണത്. ഇജെന്തൊക്കെയാ ഈ പറഞ്ഞത്? ഇന്നോട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്തു ഗുണം കിട്ടാനാ? എന്റെ പൊട്ടത്തി ഇമ്മ ഈ നൂറ്റാണ്ടിലൊന്നും അല്ലേ ജീവിക്കണത്. ഇങ്ങളെപ്പോലത്തെ മരുമക്കളെ കാലൊക്കെ കഴിഞ്ഞ്. പണ്ട് മരുമക്കളെ പേടിച്ചിരുന്ന കാലത്ത് ഇപ്പൊ മരുമക്കളെ പേടിക്കുന്ന കാലാണ്. അത് ഓർത്താ നന്ന്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാലേ ഇക്കാലത്ത് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്ന് കരുതി അമ്മായിമ്മ പോരെടുക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. അതിന് ഞാൻ സപ്പോർട്ടും ചെയ്യൂല. പക്ഷെ ഇമ്മ കുറച്ചും കൂടെ ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്നില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞോളെ പോലത്തെ മരുമക്കൾക്ക് നന്നായിട്ട് ആ വീട് മാറ്റിമറിക്കാൻ പറ്റും. കണ്ണ് വിളിച്ച് നോക്കൊന്നും വേണ്ട. ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇമ്മ എന്തായാലും ഒന്നും കൂടെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിന്നാ നമുക്ക് തന്നെ നല്ലത്. ഇമ്മാടെ മരുമോളെ ചില്ലറക്കാരിയല്ല, അത് എന്തായാലും എനിക്ക് ഉറപ്പാ.
നിക്കറിഞ്ഞൂടെ അർശിയെ, ഇതിപ്പോ ഓരോ ദിവസം ഗെജ്ജും തോറും എൻ്റെ നെഞ്ചിലൊരു തരം ആളലാണ്. ഒന്നിനും ഒരു സമാധാനം കിട്ടാത്ത പോലെ. എന്ത് ചെയ്തിട്ടാ എൻ്റെ കുട്ടി എന്നോട് ഈ അകൽച്ച കാണിക്കണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം എൻ്റെത്. ഇതിലിപ്പോ മനസ്സിലാക്കാൻ എന്താ ഉള്ളമ്മ? ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. കുഞ്ഞോളെ സ്വഭാവം വെച്ചിട്ടേ ഇമ്മാന്റെ മുന്നിൽ ഒരു സ്വഭാവവും ആരിസ്ഖാന്റെ മുന്നിൽ ഒരു സ്വഭാവവും അല്ലേ? അങ്ങനെ വെച്ച് നോക്കുകച്ചാല് ആരിസ്ഖാന്റെ മുന്നിൽ കുഞ്ഞോളെ എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആ ഒരു പറച്ചിൽ കാരനായിരിക്കും മിക്കവാറും ആരിസ്ഖാക്ക് ഉമ്മാനോടുള്ള ഈ അകൽച്ചയും ഈ ഒരു സ്വഭാവ മാറ്റവും ഒക്കെ ഉണ്ടാവാൻ കാരണം. ഉമ്മാനെ കുറിച്ചിട്ടും നമ്മളൊക്കെ കുറിച്ചിട്ടും എന്താ അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ ഉമ്മ. അതിന് ഇന്നെ കുറിച്ച് പറയാന് ഞാൻ ഇന്നേ വരെ ആ കുട്ടിനോട് മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ അർച്ചയെ. മറ്റുള്ള അമ്മായിമാര് ചെയ്യും പോലെ ഒരു പാത്ത് തിന്നും കുടിച്ച് ഇരിക്കണമില്ല. ഈ പെരയിലെ വെക്കലും വളമ്പലും സകലമാനം പണികളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എപ്പോഴും ചെയ്യണത്. പിന്നെ എന്നെ കുറിച്ചിട്ട് ഓളെന്തില്ലാത്തത് പറയാനാ? പറയുന്നവർക്ക് എന്തും പറയമ്മ. അവളങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് ആരിസ്ഖാന്റെ ഇപ്പോഴത്തെ സ്വഭാവമാറ്റം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആരിസ്ഖാനെ ഞാനൊന്ന് ഒറ്റക്ക് കാണട്ടെ. നിക്കും ചിലതൊക്കെ പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ട്. വാണ്ട അർഷിയെ, ഇമ്മാടെ കുട്ടി വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എനിക്കറിയാലോ, കാക്ക പോവാഞ്ഞ് കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. എൻ്റെ കുട്ടി സമാധാനത്തിലാണ്ട് തിരിച്ചു പോയിക്കോട്ടെ. ഞാൻ എന്തായാലും ഇമ്മാന്റെ കുട്ടിയുടെ സമാധാനം ഇല്ലാണ്ടാക്കണില്ല. മറിച്ച് ഇമ്മാടെ കുട്ടിയുടെ സമാധാനേ എന്നേക്കുമായിട്ട് പോവാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഒന്ന് നോക്കട്ടെ. ഇജ് എന്താ പറഞ്ഞു വരുന്നത്? അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. തലക്കാലപ്പേ ആ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ഇമ്മ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഊരക്ക് നീര് കെട്ടിക്കാന്നല്ലേ പറഞ്ഞേ? ഞാൻ മുറ്റടിച്ചൊരിട്ട് വരാം. ഇനിയിപ്പോ ഈ അടുക്കള ഭാഗത്തെങ്ങാനും കണ്ട ഇന്ത്യയൊക്കെ നല്ല കേൾക്കട്ടാ. പോയി കുറച്ചു നേരം കെടുക്കാൻ നോക്കി. പഠിച്ചോനെ, ഈ പെണ്ണിന് എന്തൊക്കെ കാട്ടി കൂട്ടാൻ പോണെന്ന് പഠിച്ചോനറിയാം. ഓക്കേടി, അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ ഈ മാസത്തെ ക്യാഷും കൂടി നിന്റെ കയ്യിൽ തന്നെ വെച്ചോട്ടാ. ആരിസ്ക പോയി കഴിഞ്ഞിട്ടേ ഞാൻ പറയാം. അപ്പൊ ഒന്നായിട്ട് എൻ്റെ അക്കൗണ്ടിൽ കിട്ടാൻ മതി. എന്തായാലും അന്നേം വിശ്വസിച്ച് എൻ്റെ ഗോൾഡും വിറ്റ് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത് വെറുതെ ആയില്ല. അതിനുള്ള പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ആരിസ്ക പോയി കഴിഞ്ഞിട്ട് വേണം നിക്കാ ക്യാഷ് കൊണ്ടേ എൻ്റെ ഗോൾഡൊക്കെ ഒന്ന് വാങ്ങി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ മോളെ ഇവിടുന്ന് ഞാൻ കഷ്ടിച്ചാ ഒരിക്കൽ ഗോൾഡ് ചോദിക്കണേന്ന് രക്ഷപ്പെട്ടത്. ഹോ, അന്ന് ഞാൻ വിചാരിച്ച് എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ചോദ്യം വരുന്നതിൻ്റെ മുന്നേ ഒക്കെ വാങ്ങി സെറ്റാക്കി വെക്കണം. കുഞ്ഞോളെ, ആ ഫോണിലാണാ? ആ, ആരെ കുഞ്ഞോളെ? വീട്ടിൽ നിന്നാണാ? അല്ല, എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ ഡി, എന്നാലേ ഞാൻ പിന്നെ വിളിക്കട്ടാ. ശരി, എന്നാൽ വെച്ചോ. അല്ല, ആരിസ്ക ഇവിടെ ഇല്ലാത്തപ്പോ കുഞ്ഞോളെ എപ്പോ നോക്കിയാലും ഈ റൂമിൽ തന്നെയാണല്ലോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഞാനേ ഇപ്പം അങ്ങോട്ട് കയറി ഇരുന്നേ ഉള്ളൂ. അലമാര ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ കുറേ ദിവസമായി വിചാരിക്കണ്. ഷെൽഫ് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്നുകൊണ്ട് വലിച്ചിട്ട് ഒക്കെ ഒന്ന് മടക്കി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാ. അപ്പോഴാ ഫ്രണ്ടിൻ്റെ കോൾ വന്നത്. ആഹാ, എന്നാ പിന്നെ ഞാനും കൂടാം. നിക്കും നല്ല ഇഷ്ടാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞ് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഒരു വീട്ടിലെ ജോലിയാവുമ്പോൾ എല്ലാത്തിലും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ അതൊരു രസമല്ലേ? അത് വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അർഷി പൊക്കോ, ഞാൻ മടക്കി വെച്ചോളാം. സാരില്ലടോ, നിക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു ബോറടിയുള്ളൂ. നമുക്ക് 2 പേർക്കും കൂടെ ആകുമ്പോൾ എന്ത് പണിയോളും ഈസി ആയിട്ട് ചെയ്യാലോ. ആഹാ, കുഞ്ഞോളെ അടുത്ത് ഒരുപാട് ഡ്രസ്സ് ഉണ്ടല്ലോ. ആ, അതൊക്കെ ഓരോ തവണ പുറത്തു പോകുമ്പോൾ ആരിസ്ക വാങ്ങി തരുന്നതാ. കഴിഞ്ഞ തവണ പോയപ്പോൾ വാങ്ങിച്ചതാ ആ 2 എണ്ണം. ഞാൻ എന്തായാലും നാട്ടിൽ വരുമ്പോഴേ ഒരുപാട് ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം എന്തായാലും ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടി. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിനക്ക് കുഞ്ഞോളെ ഡ്രസ്സ് ഇടാലോ. എൻ്റെ ഡ്രസ്സോ? നാട്ടിൽ വരും മുന്നേ ഞാൻ ചുമ്മാ സെലിക്കാട് എപ്പോഴും പറയായിരുന്നു, കുഞ്ഞോളും ഞാനും ഒരേ പ്രായക്കാരായതുകൊണ്ട് നിനക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കൂട്ടാവൂന്ന്. മാത്രമല്ല
എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ചെയ്യാലോ. ഞാനിതുവരെ വേറൊരാളെ ഡ്രസ്സ് ഇട്ടിട്ടില്ല, എൻ്റെ ഡ്രസ്സ് വേറൊരാൾക്ക് ഷെയർ ചെയ്തിട്ടില്ല. എനിക്കതൊന്നും ഇഷ്ടമില്ല, ഇതുവരെ അങ്ങനെ ഒന്നും ശീലമായിട്ടുമില്ല. അങ്ങനെ തന്നെയല്ലടോ ഓരോന്നും അങ്ങോട്ട് ശീലാവുക. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിടയിലേ എൻ്റെ നിന്റെ അങ്ങനെയുള്ള വേർതിരിവൊന്നും വേണ്ട. എൻ്റെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞോളിട്ടോണ്ടിട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. നിക്കിടാൻ ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഞാനതിനെ മറ്റുള്ളവർക്ക് ഇടണം? അല്ല, അർഷി ഒരുപാട് നാട്ടിലുണ്ടാവുമോ അതോ പെട്ടെന്ന് തിരിച്ചു പോവോ? പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചു തന്നെയാ ഞാൻ വന്നത്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചധികം നിന്നിട്ട് തന്നെ പോണുള്ളൂ. ഈ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടല്ലോ കുഞ്ഞോളെ. നാളെ എന്തായാലും സെലിക്കാൻ്റെ തറവാട്ടിലും ഉമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നുണ്ട് കേട്ടാ. ആ ഡ്രസ്സോ? അത് വേണ്ട, അത് ഞാൻ ആകെ ഒരു തവണ ഇട്ടിട്ടുള്ളൂ. ആർഷി വേണമെന്നുണ്ടെങ്കിൽ ആ ഷെൽഫിൻ്റെ അടിയത്തെ ഡ്രസ്സ് ഏതെങ്കിലും എടുത്തോ. താഴെ ഉള്ളതൊക്കെ കുറച്ച് പഴയതാണല്ലോ കുഞ്ഞോളെ. എന്നാ പിന്നെ വേണ്ട, ഞാൻ നാളെ എന്തായാലും ആരിസ്ഖാനെ കൂട്ടി പുറത്തു പോയിട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് എടുപ്പിച്ചോളാം. ആരിസ്ഖാനെ കൂട്ടി പോയിട്ടോ? അതെന്തിനാ? ആരിസ്ഖാക്കേ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാ, അത് പിന്നെ കുഞ്ഞോൾക്കും അറിയാലോ. പണ്ടേ കല്യാണത്തിന് മുന്നൊക്കെ ആരിസ്ഖയായിരുന്നു എൻ്റെ സകല ഡ്രസ്സോളും സെലക്ട് ചെയ്തിരുന്നത്. ഞാൻ എന്ത് വാങ്ങുകയാണെങ്കിലും ആരിസ്ഖാനെ കൂട്ടി പോയിട്ടാ വാങ്ങിയിരുന്നത്. കുറെ കാലായില്ലേ, അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യണുണ്ട്. എന്തായാലും നാളെ തന്നെ ആരിസ്ഖാനായിട്ട് പോയിട്ട് കുറച്ച് അധികം ഷോപ്പിംഗ് ചെയ്യണം. അർഷി അത്ര ബുദ്ധിമുട്ടിട്ട് നാളെ ഷോപ്പിങ്ങിനൊന്നും പോണ്ട. അല്ലെന്നുണ്ടെങ്കിലും ഒരു ദിവസത്തിന് ഇടാൻ വേണ്ടിയിട്ട് എന്തിനാ വെറുതെ ക്യാഷും കൊടുത്ത് വാങ്ങിക്കാൻ നിൽക്കണേ? അർഷിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ ചേട്ടോ? ഇനിയിപ്പോൾ ആ ഡ്രസ്സ് ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഏതാ വേണ്ടിച്ചോ? അർഷിക്ക് ഇഷ്ടമുള്ളതിട്ട് പോയിക്കോ നാളെ. വേണ്ട കുഞ്ഞോളെ, എന്തായാലും എനിക്കേ 1-2 ഡ്രസ്സൊന്നും പോരാ. നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് അധികം എടുത്ത് കൊണ്ടുപോവാന്ന് വിചാരിക്കുന്നുണ്ട്. ആരിസ്ഖാനായിട്ട് നാളെ തന്നെ പോണം. ഏത് നശിച്ച നേരത്താണ് അവനിക്കത് പറയാൻ തോന്നിയത്. ഇവളെങ്ങാനും ആരിസ്ഖാനായിട്ട് ഷോപ്പിങ്ങിന് പോയാൽ അതിൻ്റെ ബില്ലൊക്കെ ആരിസ്ഖ കൊടുക്കേണ്ടി വരൂലേ? അയ്യോ, വേണ്ടിയിരുന്നില്ല. കുഞ്ഞോളെന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണല്ലോ. വെറുതെ ആലോചിച്ചിരുന്ന സമയം കളയാതെ ഇതാ ഈ ഡ്രസ്സുകളൊക്കെ മടക്കാൻ നോക്ക്. എന്തായാലും അൽമാര ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നതല്ലേ. ഇതാ ഡ്രസ്സൊക്കെ അടക്കി വെക്കാനേ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്നാ വിചാരിച്ചത്. ഇനിയിപ്പോ കുഞ്ഞോളെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കി വെക്കണമെങ്കിലോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. എന്തായാലും കുഞ്ഞോളെ തന്നെ ചെയ്തട്ടാ. ഞാൻ താഴത്തേക്ക് പോവാണേ, നന്നായി ചെയ്തിട്ട് വായോ. പിന്നെ ഡ്രസ്സൊക്കെ അടക്കി വെക്കൽ കഴിഞ്ഞാ കുഞ്ഞോൾ ഇവിടെ തന്നെ ഇരിക്കാതെ പെട്ടെന്ന് താഴേക്ക് വാട്ടാ. ഉമ്മാക്കേ ഊരക്കൊരു നീരുകെട്ടാണ്. പാവ എപ്പോഴും അടുക്കളയിലും ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പണിയിലല്ലേ, അതിനൊരു റെസ്റ്റൊക്കെ വേണ്ടേ. എന്തായാലും ഞാൻ പോകുന്ന വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി അങ്ങോട്ട് ചെയ്യാം. ഇമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, പ്രായമായതല്ലേ. കുഞ്ഞോൾ വേഗം വാട്ടാ. ഈ മാരണത്തിന് ഇന്നെ കൊല്ലാൻ വേണ്ടി കെട്ടിയെടുത്തതാ. ഏത് നേരത്താണോ എനിക്ക് അലമാരയുടെ കാര്യം പറയാൻ തോന്നിയത്. ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഇപ്പൊ 2 ദിവസം ആയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ആദിക്കൊന്ന് ചെയ്യണ്ടേ? ഇതായിട്ടും വേറെയാണ് കുഞ്ഞോളെ. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്നാണല്ലോ. ഇനി ഈ കഥയിൽ 2 നാത്തുമാർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ നാളുകൾ. കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിന്റെ മറ്റൊരു എപ്പിസോഡിനായി കാണും വരെ മസ്സലാമ.